ചാനൽ. അപ്പോൾ ഇത്രയും കാലം ഇറ്റ്സ് മൈ ബ്ലിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഈ കൈയോട് ഉടമ ഞാനാണ്. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു Q&A വീഡിയോ ആയിട്ടാണ്. ഒപ്പം ഫേസ് റിവീൽ ഇപ്പം എന്തായാലും കഴിഞ്ഞു. പിന്നെ ആദ്യമേ തന്നെ പറയട്ടെ, ഇതിന്റെ ഫസ്റ്റ് ഫേസ് കാണിച്ചുള്ള വീഡിയോ ആണ്. ഒപ്പം ലൈവായിട്ട് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ചധികം പ്രശ്നമുണ്ട്, കുറച്ച് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. വേറെ നിവൃത്തിയില്ല, നമുക്ക് പോകെ ഇതൊക്കെ നമുക്കൊന്ന് മാറ്റി നല്ല അടിപൊളിയാക്കി വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് നാൾ മുന്നേ ഞാനൊരു Q&A പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചോളൂ പറഞ്ഞ പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലിയിലെ കുറച്ച് ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരുന്നു. അപ്പം അതൊക്കെ ഞാനൊന്ന് ബുക്കിൽ നിന്ന് എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓരോന്നൊക്കെ ആയിട്ട് പറയാം. അപ്പോൾ ആ കൂടെ എന്തുകൊണ്ട് ഇതുവരെ ഫേസ് റിവീലും ചെയ്തില്ല എന്നും കൂടി പറയാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എല്ലാവരും ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്, എന്താണ് എൻ്റെ പേര് എന്നുള്ളത്. എൻ്റെ ഫുൾ നെയിം ആൽഫ ജിജി എന്നാണ്. പിന്നെ നിങ്ങൾ ഈ ആൽഫ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ടൈം കേൾക്കുന്ന ഒരു പേരായിരിക്കും. ഈ ആൽഫ ബീറ്റ ഗാമ എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കേട്ടിട്ടുള്ളതായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ LKG തൊട്ട് കോളേജ് വരെ പഠിച്ചതിൽ ഇന്നേ വരെ ഒരു സ്കൂളിലോ കോളേജിലോ എൻ്റെ സെയിം പേരിൽ ആരും അവിടെ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പേര് എനിക്ക് റെയർ ആണ്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കും, അയ്യോ ആൽഫയോ, അതാരും അങ്ങനെ പേരിട്ട് അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കുന്നല്ലോ ഫസ്റ്റ് ടൈം ഈ പേര് കേൾക്കുമ്പോൾ ആൽഫ എന്നുള്ളത് അങ്ങനെ ഒരു പേരുണ്ടോ എന്നൊക്കെ. എന്തായാലും എൻ്റെ പേര് ആൽഫ എന്നാണ്. പിന്നെ എന്നോട് ചോദിച്ചിരിക്കുന്നത് എൻ്റെ സ്ഥലം എവിടെയാണ്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് കരിമൂന്ന് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ എൻ്റെ വീട്. പിന്നെ ഞാൻ പഠിക്കുകയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പഠിക്കുമല്ല, എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്, ബിടെക് ആണ് പഠിച്ചത്. അപ്പം അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പം ഞാൻ കാക്കനാട് ഇൻഫോ പാർക്കിൽ TCSയിൽ സിസ്റ്റം എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടയ്ക്ക് വീഡിയോയിലൊക്കെ പറയും, എനിക്ക് എന്താ പറയുക, വീട്ടിലിങ്ങനെ വന്ന് കണ്ടിന്യൂസ് വീഡിയോ എടുക്കാനുള്ള എന്താ പറയുക ടൈം ഒന്നുമില്ല. ഞാൻ വീക്കെൻഡിൽ മാത്രമാണ് വരുന്നത്. അപ്പം അടുത്ത വരെയുള്ള വീഡിയോസ് 2 ദിവസം കൊണ്ട് ഒന്നിച്ചെടുത്ത് എഡിറ്റ് ചെയ്താൽ ഞാൻ പോകുന്നതിനൊക്കെ ഞാൻ ഇടയ്ക്ക് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നവർക്ക് അത് അറിയാം. നിങ്ങളിപ്പം നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസ് പോലെ തോന്നുകയാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിംഗ് ഇല്ല, വേറെ ഒന്നല്ല. ഞാനിവിടെ ഇരിക്കുന്ന എൻ്റെ ഈ ബാക്കിലായിട്ട് ട്യൂബ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ വോൾട്ടേജിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എപ്പോഴും ട്യൂബ് കിടന്നതിന് മിന്നും. അതുകൊണ്ട് നമ്മുടെ വീഡിയോയിൽ അത് ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്നതാണ്. പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ട് ഈ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ നടക്കില്ല. കാരണം ഈ വോൾട്ടേജിൻ്റെ ഇഷ്യൂ എപ്പോഴും ഉണ്ട്. പിന്നെ ഇപ്പോഴാണ് മഴയില്ല, മഴയോട് പേര് ഭയങ്കര സൗണ്ടും ബഹളമൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ തന്നെ ഈ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ വിചാരിച്ച് നെക്സ്റ്റ് ടൈം നമുക്ക് പുറത്തെവിടെയും വെയിലുള്ളപ്പോൾ പോയിരുന്ന വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്നും ക്ഷമിച്ചേക്കണേ. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ എൻ്റെ ഫാമിലി പറ്റിയാണ്. എൻ്റെ ഫാമിലിയിൽ അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ ഞാൻ. അനിയന് BCom കഴിഞ്ഞിട്ട് അവനിപ്പം എറണാകുളത്ത് വർക്ക് ചെയ്യുകയാണ്. പിന്നെ എന്നോട് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഫേവറേറ്റ് ചാനൽ. എൻ്റെ ഫേവറേറ്റ് ചാനൽ എനിക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ ചാനലൊന്നും ഫേവറേറ്റ് ആയിട്ടില്ല. കാരണം എനിക്ക് പൊതുവെ ക്രാഫ്റ്റ് DIYs ഒക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാനിതിരുന്ന് കാണുകയും ചെയ്യും. ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും. നിങ്ങൾക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടാൽ പിന്നെ നമ്മുടെ ഫീഡിൽ വരുന്ന എല്ലാ വീഡിയോസും ഈ സെയിം കണ്ടന്റ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ചാനലിലും ഇങ്ങനെ വീഡിയോസൊക്കെ വരാറുണ്ട്. അപ്പം ഞാനതെല്ലാം ഇരുന്ന് കാണും. എല്ലാ ചാനലും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ്. കാരണം എല്ലാവരും കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്താണല്ലോ ഓരോ ചാനലും ഓരോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം എനിക്ക് എല്ലാ ചാനലും ഈ ക്രാഫ്റ്റ് DIYs ഒക്കെ ഉള്ള എല്ലാ ചാനലും എനിക്ക് ഒരുപോലെയാണ്. എനിക്ക് എല്ലാ ചാനലും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, എനിക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എനിക്ക് ഇൻസ്പയർ ആയത് എന്താണ്? അത് ഞാനൊരു ദിവസം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഈ ക്രാഫ്റ്റ് DIYs ഏറ്റവും കൂടുതൽ ഞാൻ വീഡിയോസ് കാണുന്നത്. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആലോചിച്ചു, എനിക്കും ഇതൊക്കെ ഇഷ്ടമാണല്ലോ, അപ്പോൾ എന്തുകൊണ്ട് എനിക്കും ഒരു ചാനൽ തുടങ്ങിക്കൂടാന്ന്. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിനെ പറ്റിയോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങിനെ പറ്റിയോ വീഡിയോ എടുക്കുന്നതിനെ പറ്റിയോ ഒന്നും ഒരു ഐഡിയ ഇല്ലാണ്ട് തുടങ്ങിയ ഒരാളാണ് ഞാൻ. എൻ്റെ കയ്യിൽ അന്നുണ്ടായിരുന്ന ഏത് ഫോണാണോ ആ ഫോൺ വെച്ച് തുടങ്ങിയതാണ് ചാനൽ. അത് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആകുമെന്നോ അല്ലെങ്കിൽ വ്യൂസ് കിട്ടുമെന്നോ എനിക്ക് ഇത്രയും നാൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ കണ്ടു, ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ അമ്മയോട് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, നിനക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ നമ്മൾ കഴിഞ്ഞ വർഷം 2024 ഓഗസ്റ്റ് 27 ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. എൻ്റെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം വ്യൂസൊക്കെ കുറവായിരുന്നു, 500 അല്ലെങ്കിൽ അതിൻ്റെ മേലേക്കൊന്നും പോകുന്നില്ലായിരുന്നു. എങ്കിലും ഞാൻ വിചാരിച്ചു, പിന്നെ ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ കണ്ടു. മീൻസ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഡെവലപ്പ് ചെയ്യാനുള്ള കുറേ വീഡിയോസ്, ടെക്നിക്കൽ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടു. എന്നിട്ട് അതുപോലെയൊക്കെ കുറേ സെറ്റിങ്സ് ഒക്കെ സെറ്റാക്കി അങ്ങനെ കുറേ കാലം എനിക്ക് ഒന്ന് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പം പിന്നെ പയ്യെ വ്യൂസ് കയറി നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറി തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് 1000 സബ്സ്ക്രൈബേഴ്സ് ആയി. പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയുള്ള കാര്യമില്ല. നമ്മുടെ ചാനൽ അത്രയും പേര് ഇഷ്ടപ്പെടുന്നുള്ളത്. അപ്പം അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഇപ്പം നമ്മളൊരു 7000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോകുന്നു. അപ്പം അതിൻ്റെയായ സന്തോഷം. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ പെട്ടെന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാവരെയും പോലെ തന്നെ എൻ്റെ ആദ്യത്തെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയും റിലേറ്റീവ്സും കസിൻസും ഫ്രണ്ട്സൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ തന്നെയാണ് എനിക്ക് ഫസ്റ്റ് സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ നിങ്ങൾ ഓരോരുത്തരായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് കടന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? നേരത്തെ പറഞ്ഞത് എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അവരെല്ലാവരും സപ്പോർട്ടീവാണ്. കാരണം അവരൊക്കെ തന്നെയാണ് നേരത്തെ പറഞ്ഞത് തന്നെ എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സ്. പിന്നെ എന്താ പറയുക, ഞാൻ എന്നെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോൾ ഈ സെക്കൻഡ് വരെ ഞാൻ എന്തായാലും എന്നെ ഇൻസ്പയർ ചെയ്തില്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എനിക്ക് വളരെ ടൈം കുറവ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കൂടെ ടൈം കിട്ടുന്ന വീക്കെൻഡ് മാത്രം വീട്ടിൽ വരുമ്പോഴാണ്. അപ്പം ഞാൻ എന്നെ തന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എനിക്ക് പലപ്പോഴും മടിയാണ് വീഡിയോ എടുക്കാനായിട്ട്. കാരണം വീട്ടിൽ വന്ന് പിന്നെ അടുത്ത ഒരാഴ്ചത്തേക്കുള്ള വീഡിയോ ഞാൻ ഫുള്ള് കണ്ടിന്യൂസ് എടുത്ത് അത് എഡിറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ തിരിച്ച് ജോലി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം 2 ദിവസം കൊണ്ട് 5-6 വീഡിയോ എടുത്ത് കൂടെ ലോങ് വീഡിയോയും കൂടെ എടുത്ത് അത് സെറ്റ് ചെയ്യുമ്പോഴത്തേനും ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ എന്നോട് തന്നെ പറയും, മടി പിടിക്കരുത്, മടി പിടിച്ച് വീഡിയോ ഇടാൻ പറ്റില്ല, വീഡിയോ ഇട്ടില്ലെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല, സക്സസ് ആകാൻ പറ്റില്ല. അങ്ങനെ എന്നെ തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വർഷമായിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇനി അങ്ങോട്ടും എനിക്ക് എൻ്റെ സപ്പോർട്ടിന് വേണം, ഇല്ലെങ്കിൽ പറ്റില്ല. അപ്പം എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഓക്കെ, എന്തുകൊണ്ട് ഫേസ് റിവീലും ചെയ്തില്ല? കാരണം നമ്മുടെ ഈ ചാനൽ തുടങ്ങി ആദ്യമൊന്നും അത്ര വ്യൂസ് ഇല്ല ഞാൻ പറഞ്ഞില്ല. അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും വരില്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ഫേസ് റിവീലും ചെയ്യുമോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഫേസ് റിവീൽ ചെയ്യാതെ അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, ഇപ്പൊ കുറച്ചാളായിട്ട് ആ ചോദ്യമില്ല. എനിക്ക് തോന്നുന്നു അവർ ചോദിച്ച് മടുത്തോണ്ടാണോ അതോ ഇനി ചോദിച്ചിട്ട് കാര്യമില്ല, ഈ പെണ്ണ് എന്തായാലും ഫേസ് കാണിക്കാൻ പോകുന്നില്ല എന്ന് തോന്നിയോണ്ടാണോ അറിയത്തില്ല. ഇപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. ഞാൻ ഫേസ് റിവീൽ ചെയ്യാണ്ട് ഇരുന്നതിന് കാരണം വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സമയം കിട്ടാറില്ല. അപ്പം നമ്മൾ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ ഫസ്റ്റ് ടൈം ഒക്കെ ഫേസ് കാണിച്ച് വീഡിയോ ഇടുമ്പോൾ എന്തായാലും കുറേ ടേക്ക് എടുക്കേണ്ടി വരും. ഇപ്പൊ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് എത്ര ടേക്ക് എടുത്തെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഫോൺ നിറയാറായിട്ടുണ്ട്, അത്രയും ടേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും ചെയ്യുമ്പോൾ കുറേ മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ എല്ലാം നമുക്ക് തിരുത്തി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായാലും ഞാനിങ്ങനെ എന്താ മുന്നോട്ട് പോകുന്നതനുസരിച്ച് മിസ്റ്റേക്ക് ഒക്കെ മാറ്റി സെറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഫേസ് കാണിച്ച് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന ടൈം വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഫേസ് കാണിക്കുന്ന ടൈം തന്നെ നമ്മൾ വോയിസും കൂടെ കൊടുക്കണം ലൈവായിട്ട്. മറ്റു കൈ കാണിച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയാമോ, നമുക്ക് വോയിസ് കൊടുക്കുമ്പോൾ നമുക്ക് ഡബ് ചെയ്യാം. ഡബ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ഡിലീറ്റ് ചെയ്യാം, വീണ്ടും ചെയ്യാം. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഫേസ് കാണിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മൾ ഫേസ് കാണിച്ച് ചെയ്തിട്ട് നമ്മൾ പിന്നെ വോയിസ് കൊടുക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന എന്താ പറയുക, നമ്മുടെ ലിപ്പിന്റെ മൂവ്മെന്റും നമ്മൾ പിന്നീട് വോയിസ് കൊടുക്കുമ്പോൾ അത് രണ്ടും മാച്ചാവില്ല. അപ്പോൾ കാണുന്നവർക്ക് ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫേസ് റിവീൽ ചെയ്യാണ്ടിരുന്നത്. അല്ലാണ്ട് സർപ്രൈസ് ആയിട്ട് വെച്ചൊന്നുമല്ല. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും എൻ്റെ സമയം വളരെ കുറവായിട്ടും ആ ഉള്ള സമയത്തിനുള്ളിൽ വീഡിയോസ് 5-6 എടുത്ത് വെക്കേണ്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്തത്. പിന്നെ ഞാൻ എന്താ പറയുക, ചാനൽ തുടങ്ങി സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ പറയുമായിരുന്നു, എന്നോട് തന്നെ പറയുന്നു ചാനൽ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പം എന്തായാലും ഫേസ് കാണിച്ച് ഒരു Q&A വീഡിയോ ഇടണം. പക്ഷേ 1000 കഴിഞ്ഞപ്പോൾ നമ്മൾ 7000 ആകാറായി. എന്നിട്ട് ഞാൻ ഫേസ് റിവീലിന്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. വേറൊന്നല്ല, മടി കാരണം മാത്രമാണ്. ഈ ഒരൊറ്റ കാരണം. ഫേസ് കാണിച്ച് വീഡിയോ എടുക്കുമ്പോൾ എന്താ പറയുക, ഒത്തിരി പ്രാവശ്യം എഡിറ്റ് ചെയ്യണം, അതിന് വോയിസ് കറക്റ്റായിട്ട് കൊടുക്കണം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ എന്താണെന്നറിയോ, നമ്മൾ ഫേസ് കാണിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് അങ്ങ് കൂടിപ്പോകും. അപ്പോൾ എന്താ എഡിറ്റ് ചെയ്യാൻ പാടായിരിക്കും. പിന്നെ എന്താ പറയുക, അതിനകത്തുള്ള എന്താ പറയുക സംഭവങ്ങളൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എല്ലാം ഒന്ന് സെറ്റ് ആക്കിയിടണം. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെറും മടി കൊണ്ട് മാത്രമാണ് ഇത്രയും നാളെ ഞാൻ ഫേസ് റിവീൽ ചെയ്യാണ്ട് മാറ്റി വെച്ചത്. പിന്നെ ഇപ്പൊ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ വേറൊന്നല്ല, കുറെ നാളായി ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഫേസ് റിവീലിംഗ് എന്താ ചെയ്യാത്തതെന്ന്. അപ്പം അവർക്ക് വേണ്ടിയും പിന്നെ നമ്മൾ ഈ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഫേസ് കാണിക്കാണ്ട് വീഡിയോ ഇടുന്നത് ഭയങ്കര പാടാണ്. കാരണം നമ്മൾ ഈ 2 കൈ വെച്ച് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യുമ്പോൾ കാണുന്നവർക്ക് അതൊരു എന്താ പറയാ, ഒരു കാണാൻ സുഖമില്ല. നമ്മൾ സംസാരിക്കും അവരോട് നമ്മൾ ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന ഒരു ഫീല് നമ്മുടെ കൈയോ കാലോ കാണിച്ച് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വോയിസ് കൊടുത്ത് ചെയ്യുമ്പോൾ അത് കിട്ടില്ല. അത് കാണുന്ന നിങ്ങൾക്കാരും മനസ്സിലാവും. അപ്പൊ ഇനി എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്, നിങ്ങളായിട്ട് ഇങ്ങനെ സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇനി ഇപ്പൊ എന്തായാലും ഒന്നും നോക്കണ്ട, വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും, എങ്കിലും അതൊക്കെ തിരുത്തിയിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. ഇനി അങ്ങനെ സംസാരിച്ചു തുടങ്ങി ചിലപ്പോൾ ഒരു തുടങ്ങുന്ന അവിടെ നിന്ന് ആയിരിക്കില്ല സംസാരിച്ച് പോയി എൻ്റെ ആവുന്നത് അത് ഇതൊക്കെ ചെലവിലാന്ന് പറയും. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുക്കാൻ ഏറ്റവും പ്രശ്നം. ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ പറയും. അപ്പൊ എന്തായാലും നിങ്ങൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നമുക്ക് വീണ്ടും ഒരു വീഡിയോ ചെയ്യാം. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ലാസ്റ്റായിട്ട് എനിക്ക് നിങ്ങൾ എല്ലാവരോടും വലിയൊരു താങ്ക്സ് ആണ് പറയാനുള്ളത്. അപ്പം എന്താ പറയുക, ഞാൻ ചാനൽ തുടങ്ങി ഈ നിമിഷം വരെ എനിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പം നിങ്ങളെന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ചാൻസ്. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജേർണലിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പം എന്തായാലും ഇനി ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. ഒപ്പം നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോസ് എന്നും ഉണ്ടാവും, അതെന്തായാലും മുടങ്ങില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസാണ് ഇഷ്ടം കാണാൻ, അതൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എല്ലാവർക്കും ക്രാഫ്റ്റാണെന്ന് എനിക്കറിയാം കാണാൻ ഇഷ്ടം. എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ചെയ്യാം, ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോസ് കാണുന്നവരെ ബൈ ബൈ.